ചെമ്പനീർ പൂവിന്റെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചി ക്ഷേത്രത്തിലെത്തുമ്പോൾ രേവതിയുടെയും അമ്മയുടെയും സങ്കടം കണ്ടിട്ട് കാര്യം തിരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, ചോദിക്കാനും പറയാനും ആരുമില്ല, കയ്യിലൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് പറഞ്ഞാലും സഹിക്കുമെന്നെല്ലാം രേവതിയുടെ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. തുടർന്ന് രേവതിയും അവളുടെ വീട്ടുകാരും ചന്ദ്രമതിയിൽ നിന്നും നേരിട്ട അപമാനത്തെക്കുറിച്ച് അറിയുന്ന സച്ചിയാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇവളെ കരയിച്ചിട്ട് അവരെങ്ങനെ സന്തോഷിക്കണ്ട, സുധിയുടെ കല്യാണം അങ്ങനെ നടത്തണ്ട എന്നുള്ള ഉറച്ച തീരുമാനം തന്നെ സച്ചി അവിടെ എടുക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് സച്ചിൻ നേരെ രേവതിയുടെ കൈയും പിടിച്ചുകൊണ്ട് കല്യാണം നടക്കുന്നിടത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് നാദസ്വരമൊക്കെ നിർത്തി വെക്കാനൊക്കെ സച്ചി അവിടെ പറയുന്നുണ്ട് കേട്ടോ. എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ വെച്ച് രേവതിയോട് ഇവര് ക്ഷമ പറയണം, ഇല്ലെങ്കിൽ നീ ഇവളുടെ കഴുത്തിൽ താലി കെട്ടില്ല എന്ന് സുധിയുടെ മുഖത്ത് നോക്കി തന്നെ തുറന്നടിക്കുന്നുണ്ട് കേട്ടോ സച്ചി. ഇതെല്ലാം കേൾക്കുന്ന ചന്ദ്രമതി ആണെങ്കിൽ, നീ ഇവൻ പറയുന്നതൊന്നും കണക്കാക്കണ്ടട മോനെ, ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടാൻ നോക്കുക എന്ന് ചന്ദ്രമതി അവിടെ നിന്ന് പറയുമ്പോൾ ശ്രുതിയാണെങ്കിൽ അമ്മയുടെ വാക്ക് കേട്ടുകൊണ്ട് ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടാൻ നോക്കുന്നതും സച്ചിയാണെങ്കിൽ ആ താലി പിടിച്ചെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ വീട്ടിൽ ആദ്യം കയറി വന്ന മരുമകൾ രേവതിയാണ്, അവൾ ഒന്നും തൊടാൻ പാടില്ല, രാശിയില്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ നിന്റെ അമ്മ അവളെ ഇത്രയും നാൾ അപമാനിച്ചുകൊണ്ടിരുന്നത്. അവളോട് ക്ഷമ പറഞ്ഞിട്ട് മതി ഇനി ഈ കല്യാണം നടത്തുന്നത്. മാത്രമല്ല രേവതി തന്നെ ഈ കല്യാണത്തിന് താലി എടുത്തു കൊടുക്കട്ടെ എന്നൊരു ഡിമാൻഡ് അവിടെ സച്ചി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കല്യാണം മുടങ്ങുന്ന ഒരു ഘട്ടം വരുമ്പോൾ വേറെ നിവൃത്തിയില്ലാത്ത ചന്ദ്രമതി അവിടെ വെച്ച് രേവതിയോട് ക്ഷമ പറയുന്നുണ്ട്. മാത്രമല്ല രേവതി തന്നെ താലി എടുത്തു കൊടുക്കാനും ചന്ദ്രമതി സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രേവതി ആണെങ്കിൽ ഈ സമയം മുഴുവൻ സച്ചിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ മറ്റു ഗത്യന്തരമില്ലാതെ ചന്ദ്രമതിക്ക് അവിടെയും മൗനം പാലിക്കേണ്ടി വരികയാണ് കേട്ടോ. എല്ലാത്തിനും സമ്മതം മൂളേണ്ടി വരികയാണ്. ഒടുവിൽ രേവതി തന്നെ താലി എടുത്ത് അനുഗ്രഹം വാങ്ങാനായിട്ട് എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പൊ സച്ചി ആണെങ്കിൽ അത് തൊടാൻ മടിച്ചു നിൽക്കുമ്പോൾ രേവതി സച്ചിയുടെ കൈ കൊണ്ട് അത് തൊട്ടു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശേഷം താലി എടുത്ത് പൂജാരിക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശേഷം സുധിയുടെയും ശ്രുതിയുടെയും കല്യാണം നടക്കുന്നുണ്ട്. ശ്രീകാന്ത് വന്നിട്ട് ഇതേസമയം എല്ലാവരുടെയും അവരുടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. സുധി താലി കെട്ടിയ ഉടനെ തന്നെ രേവതി ശ്രുതിയുടെ പിന്നാലെ ചെന്ന് ആ താലി മുറുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ രേവതി ആണെങ്കിലും സച്ചിക്ക് തന്നോടുള്ള ആ സ്നേഹവും കരുതലും വീണ്ടും തിരിച്ചറിയുമ്പോൾ ശരിക്കും സന്തോഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിയെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ രേവതി. ശേഷം രേവതി ശ്രുതിയുടെ ചെവിയിലെ ആശംസകളൊക്കെ അറിയിക്കുന്നുണ്ട്. ചന്ദ്രമതി ആണെങ്കിൽ ഇതൊക്കെ കണ്ട് ശരിക്കും അപമാനിതയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിതയാവുന്നതിന്റെ ആ ഒരു ഫ്രസ്ട്രേഷനൊക്കെ ശരിക്കും ചന്ദ്രമതിയുടെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ ഭാമ ഒന്ന് ചോദിക്കുന്നുണ്ട്, കല്യാണം കഴിഞ്ഞിട്ട് നിന്റെ മുഖത്ത് എന്താ ഒരു സന്തോഷം ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ, എങ്ങനെ സന്തോഷിക്കാനാ ഭാമേ, ആ പൂക്കടക്കാരിയും അവളുടെ കുടുംബവും ചേർന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ, എല്ലാവരുടെയും മുന്നിൽ ഞാൻ അപമാനിതയായില്ലേ, ആ പൂക്കടക്കാരി ഇനി എങ്ങനെ എൻ്റെ വീട്ടിൽ ജീവിക്കും എന്നൊന്ന് കാണണം എന്നൊക്കെ ചന്ദ്രമതി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി ഭാമയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെമ്പനീർ പൂവിന്റെ വളരെ രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്